നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവനയർപ്പിച്ച സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി സംഗമഗ്രാമ മാധവന്റെ ഭവനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കരയിൽ അദ്ദേഹം താമസിച്ചിരുന്നതായി കരുതുന്ന ഇരിങ്ങാടപ്പള്ളി മനയിലും ഗണിതശാസ്ത്ര ഗവേഷണം നടത്തിയിരുന്ന ക്ഷേത്രത്തിലുമായിരുന്നു സന്ദർശനം. സംസ്ഥാനത്ത് അത്യുഷ്ണത്തിന് ശമനമാകുന്നു. ഇന്ന് ഒരു ജില്ലയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ല. എന്നാൽ തിങ്കളാഴ്ച വരെ പകൽ ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മേള ആചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. 4.5 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ മേള അഴകായിരുന്നു കേളത്ത്. ഒന്നാമന്മാരോളം തലപ്പൊക്കമുള്ള രണ്ടാമനായിരുന്നു തൃശൂർ പൂരത്തിന് കേളത്ത് അരവിന്ദാക്ഷമാരാർ. ചാലക്കുടി ലോറി പാർക്കിങ്ങിനായി മാത്രം ചാലക്കുടിയിൽ ബസ് സ്റ്റാൻഡ്. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ട വടക്കേ സ്റ്റാൻഡാണ് ഇപ്പോൾ ലോറി പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട കോട്ട ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ കയറി പോകണമെന്നും ഒപ്പം കൊരട്ടി മുരിങ്ങൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ നിന്നും സർവീസ് ആരംഭിക്കണമെന്നായിരുന്നു നിർദ്ദേശം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും. പുതിയ പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയതോടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടുത്ത നിലപാടിൽ നിന്നും പിന്മാറി. കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കുകൾ നിശ്ചലമായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം. എറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം, എടവിലങ്ങ് പഞ്ചായത്തിലെ കാര അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കടന്നത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത്. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് തീരദേശ മേഖലയിൽ ആയുർവേദ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കണമെന്ന് കൊടുങ്ങല്ലൂരിൽ നടന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. TN പ്രതാപൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ പറവൂർ പെരുവാരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആരംഭിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ ക്ഷേത്രകലകൾ, സാംസ്കാരിക സമ്മേളനം എന്നിവയുണ്ടാകും. തൈത്തറ ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കളിയരങ്ങ് വാര്യാന്ത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ കൗൺസിലർ ധന്യ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഷീല, രാജലക്ഷ്മി, TV സ്വയംവരൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മേനാൻ ബസാർ ഗവൺമെന്റ് UP സ്കൂളിൽ 1996 ബാച്ചിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം തിരുമുറ്റം 2024 എന്ന പേരിൽ മെയ് 12-ന് നടക്കും. സംഗമത്തിൽ 30ഓളം അധ്യാപകരെ ആദരിക്കും. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.